അപ്പാപ്പിയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞ് അപ്പം ഇന്നത്തെ മീൻ കൊടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വേമ്പനാട്ട് കായൽ കയറി. വേമ്പനാട്ട് കായലാണെങ്കിൽ കലിതുള്ളി അങ്ങ് നിൽക്കുക. നമ്മൾ അത് ശക്തിയായില്ല, വള്ളമൊക്കെ എടുത്തിട്ട് അടിക്കുന്നതാണ്. അതേക്കാണ് കാരണം നമ്മുടെ ഈ ചില ദിവസങ്ങളിൽ നമ്മുടെ മീൻ പിടിക്കുന്ന വീഡിയോനെക്കാട്ടി ആദ്യം വരുന്നത് മീൻ കച്ചവടമായിരിക്കും. അത് പലരും ചോദിച്ചിട്ട് ഓർഡറാണ്. ഞാൻ മീൻ കച്ചവടത്തിൻ്റെ വീഡിയോ ഇടാൻ നേരത്ത് നമ്മളൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ മീൻ പിടിക്കുന്ന വീഡിയോ എന്ത് ചെയ്യുക, അതെന്താ മറന്നു പോയോ? മറന്നു പോകുന്നതല്ല, വള്ളം മറന്നു പോകുന്നതല്ല. നമ്മൾ ഈ മീൻ പിടിക്കുന്ന വീഡിയോ എന്ന് പറയാൻ നേരത്ത് 10, 50, 60 പീസായിട്ട് ഉള്ള വീഡിയോ ആയിരിക്കും. നമ്മുടെ മീൻ കച്ചവടം എന്ന് പറയാൻ നേരത്ത് നമ്മൾ വള്ളത്തെ വെച്ച് ഒരു വീഡിയോ എടുക്കുന്നു, ഇത്രയും മീൻ കിട്ടിയെന്ന് പറഞ്ഞൊരു വീഡിയോ എടുക്കുന്നു, പിന്നെ അവിടെ കൊണ്ട് തൂക്കുന്ന 1-2 പീസായിട്ട് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഒരു 4-5 പോർഷനായിട്ടായിരിക്കാം ഈ മീൻ കച്ചവടത്തിൻ്റെ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ മീൻ പിടുത്തം എന്ന് പറയുന്നത് അതല്ല, അതാണ്. അപ്പം നമുക്ക് ഞാൻ ഈ പണിയും കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യാതിരിക്കുന്നത്. അപ്പം ഏറ്റവും എളുപ്പം എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് നമ്മുടെ മീൻ കച്ചവടത്തിൻ്റെ വീഡിയോ ആയിരിക്കും, പെട്ടെന്ന് തീരുന്നത്. നമ്മൾ മീൻ പിടുത്തത്തിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്തൊക്കെ വരാറ് ചിലപ്പം രാത്രി 11 മണി 12 മണിയൊക്കെ ആവും. അതുകൊണ്ടാണ് മീൻ കച്ചവടം നമ്മൾ ആദ്യം ഇടുന്നത്. അപ്പം നമ്മളിപ്പം വേമ്പനാട്ട് കായലിലാണ്. അപ്പോൾ ഒരു ഒറ്റ നോട്ടത്തിൽ ഈ വേമ്പനാട്ട് കായൽ എത്ര ഹൗസ് ബോട്ട് ഉണ്ടെന്നൊന്ന് എണ്ണി തിട്ടപ്പെടുത്തി ഒന്ന് എണ്ണം കുറിച്ചേക്കണേ. നമ്മളാ കമൻറ്റ് ബോക്സ് ഒന്ന് കുറിച്ചേക്കണേ, എത്ര ഹൗസ് ബോട്ട് നിങ്ങൾ കണ്ടെന്ന്. പോർഷനുകളുണ്ട് ഹൗസ് ബോട്ട്. നോക്കിയേ കായൽ കരുകൊണ്ട് നിൽക്കാൻ നിൽക്കുക കേട്ടാ. നമ്മളെപ്പോഴും ഓളം തല്ലി വരുന്ന തിരയെ നമ്മൾ കീറി മുറിച്ച് വേണം പോകാൻ. നമ്മൾ വട്ടം ഇട്ട് കൊടുത്താൽ നമ്മുടെ വള്ളം എടുത്ത് മറച്ച് കളി. ചില സമയത്തൊന്നും നമുക്ക് നേരെ നമ്മൾ പോകേണ്ട തോട് ഇതാണ്, നമുക്ക് ഈ തോട്ടിലേക്ക് നമുക്ക് വള്ളം വെക്കാൻ പറ്റത്തില്ല. വള്ളം നമ്മൾ അവിടുന്ന് വള്ളം വെച്ചാൽ നമ്മൾ ഏകദേശം സായിയുടെ കെട്ടിടമുണ്ട്, ആലപ്പുഴ സായി. ആ സായിയുടെ കെട്ടിടത്തിൻ്റെ അങ്ങോട്ട് വേണം നമുക്ക് വള്ളം അങ്ങോട്ട് വെക്കണം. അങ്ങോട്ട് വെച്ചെങ്കിൽ നമുക്ക് ആ തോട് വഴിയെ കയറി പോകാനേ പറ്റത്തുള്ളൂ. നമ്മൾ ഈ തോട് വഴിയാണ് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ പുന്നമട എന്ന് വഴിയെ കയറി പോകാൻ പറ്റത്തുള്ളൂ. കാരണം അത്ര ഓളമായിരിക്കും. ഈ നേരെ വന്നാൽ നമ്മൾ വള്ളം അടിച്ച് മറിച്ച് കളയാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ നേരെ പുന്നമടയ്ക്ക് വള്ളം വെച്ചിട്ട് അതുവഴി പോവുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പം നമ്മുടെ മീൻ കലത്തി കിടപ്പുണ്ട്, കാണിച്ചു തരാം. ഇന്ന് നമുക്കിന്ന് പറ്റുപോലെ ആയിരുന്നെങ്കിൽ നമ്മുടെ ഈ ഒരു കള്ളി പൊടിമീൻ കൊണ്ട് നിറഞ്ഞേനെ. പൊടിമീനെന്ന് പറഞ്ഞാൽ ഇതേക്കണത പൂവാലം പാറൽ, ഇതേക്കണത ഇത് കണ്ട, ഇതേക്കണത പൂവാലം പരൽ കൊണ്ട് നമ്മളെ ഈ വള്ളം നിറഞ്ഞേനെ. അതേ കണക്ക് പരലും നിറഞ്ഞ് നിൽക്കുമായിരുന്നു. നമ്മളെ തെളിവലയായതുകൊണ്ട് അതെല്ലാം ഊരിപ്പോയി. അപ്പം നമുക്ക് ഇന്ന് കിട്ടിയ മീൻ ഇതാ കേട്ടോ. നമുക്ക് ഇന്ന് കിട്ടിയ മീനാണ്. ഇതിൻ്റെ അകത്ത് വാളയുണ്ട്, ഉറുവയുണ്ട്, കരിമീൻ 1-2 ഉള്ളു കേട്ടോ. വാള കുഴപ്പമില്ല, ഇതിൻ്റെ വാള കിടക്കുന്നു. അത് ഞാൻ തൂക്കാൻ നേരത്തെ ഞാൻ നല്ല വ്യക്തമായിട്ട് കാണിച്ചു. ഇതാണെന്ന് തോന്നുന്നു കൂട്ടത്തിൽ വലിയ വാള, ഇതാണെന്ന് തോന്നുന്നു. ഈ വാളയാണെന്ന് തോന്നുന്നു കൂട്ടത്തിൽ വലുത് കേട്ടോ. ഇത്രയുള്ള ഒരെണ്ണങ്ങളുണ്ട്. അങ്ങനെ നമുക്ക് 1 കിലോ മേളിൽ വലിപ്പമുള്ളത് 2 ഉള്ളൂ. ഇപ്പം ഞാൻ എടുത്ത് കാണിച്ചത് 1.5 കിലോ ഉണ്ട്. 1.5 കിലോ കാണണം. നമ്മളിപ്പം വെള്ളം വൃത്തിയാക്കിയപ്പം കിട്ടിയത് ഗോപ്രയുടെ യുവത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്.
നമ്മുടെ ഈ ഓളവും ഈ സ്പീഡ് ലോഞ്ചിയുടെ ഈ കറക്കങ്ങളാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കൊച്ചുവെള്ളത്തിനെ ഇത് വേമ്പനാട്ട് കായലൊന്ന് മുറിച്ച് കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും. നമ്മളെ വേമ്പനാട്ട് കായൽ ഇപ്പോൾ ഒരു 350 വള്ളം എടുത്ത് കിടപ്പുണ്ട് കേട്ടോ. അങ്ങൊക്കെ കിടപ്പുണ്ട്. ഇപ്പം ചെറുതായിട്ട് നമുക്ക് പാതിരാ മണൽ കാണാം. അല്ല ആ നേരെ പാതിരാ മണൽ ഇപ്പം ചെറിയ മങ്ങലോട് കൂടി നമുക്ക് കാണാം. പാതിരാ മണൽ നല്ലൊരു ഓളം വരുന്നുണ്ട് മറിയല്ലേ. കറക്റ്റ് എന്നാണ് ചാക്കാത അത് പഴുത് പോകുന്നു. കാറ്റിന് വെള്ളം കറങ്ങിപ്പോണം. കാറ്റുള്ളത് കൊണ്ടൊരു ആശ്വാസം ഉണ്ടല്ലോ എന്നാ ചൂട്. ഇടയ്ക്കെന്തോ റൂട്ടും കൊണ്ടുള്ളതാണ്. പോട്ടെ ഇവിടെ കഴുക്കൂരിട്ടാൽ നിലത്ത് എത്തത്തില്ല, തിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അടിച്ചു തന്നെ കറക്ക്. കഴുക്കൂര് ഇവിടെ നിലത്ത് എത്തത്തില്ല. ഒരു 100-200 മീറ്റർ കൂടെ ഉള്ളു കേട്ടോ കൊല്ലാത്തൊരു പാലമൊക്കെ.
കൊഞ്ചു കുഞ്ഞാ കേട്ടോ. ഇത് നമ്മുടെ വലയിൽ ഉടക്കി കിടന്നു. ഈ കൊഞ്ചൊക്കെ നമ്മൾ വലയിൽ നിന്ന് ഊരിപ്പോവും. ഇതിൻ്റെ വലുതൊക്കെ നമുക്ക് കിട്ടത്തില്ല. ഇപ്പോൾ കൊഞ്ചായി വരുന്നുണ്ട്. നമ്മൾ മീൻ കൊടുക്കാനായിട്ട് കിഴക്കോട്ട് പോവും. അപ്പം നമ്മൾ അവിടെ വിൽക്കാനായിട്ട് മീനൊന്നും ഇല്ല. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ ഡിമാൻഡായിരിക്കും. മാർക്കറ്റിൽ ഇഷ്ടം പോലെ മീൻ വന്നങ്ങ് മീൻ നിറയുവാന്നും പറഞ്ഞ് ഭയങ്കര ഡിമാൻഡായിരിക്കും. കേട്ടോണം. ഇവിടെ വെള്ളം ഉണ്ടാക്കുക. എന്നാ വാള ഇത് 3 ഉള്ളൂ അണ്ണ. വലുത് 3 ഉള്ളല്ലേ? വലുത് 3 ഉള്ളു. പിടിച്ചാ മൂന്നേ മുക്കാല് 3,800. പത്തെണ്ണം ഉണ്ടോ? 3 4 പാത്രം കൊണ്ടുവരാം. ആ പാത്രം പശ്ചാത്തലം രണ്ടര 2,600. ഓ 2.5 പറഞ്ഞിട്ട് കറക്റ്റ് 2.5. കൊള്ളുവാ. ഇടപെട്ട് തന്നെ കുറക്കി കൊള്ളിക്കാം. അണ്ണാ ഇത് തൂക്കിയിട്ട് വരാം. ഇത് തൂക്കിയിട്ട് വരാം. തൂളി 5.5. 5,200 നമ്മൾ 5.5ക്ക് കൊടുക്കും. 5.5. അവൻ്റെ കാലയിലെ കൂരിയ അങ്ങനെ കൊണ്ട് അത് പഴുത്ത് പനിയായിട്ടിരിക്കുക. അവൻ്റെ പിള്ളേർക്കും പനിയാണ്. അവൻ്റെ ഇത് കുറുവയുടെ കൂടെ ഇടാം അല്ലേ? ഇത് ഏതാണ്ട് അത്ര ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇത് 4. നേരത്തെ 5.5, ഇത് 4.5. 10 കിലോ. കൂടി അണ്ണാ കരിമീൻ ഇതല്ലേ ഉള്ളു കരിമീൻ. $420. ഉണ്ട്.
420, 440. രണ്ടു ദിവസമായിട്ട് പറയുന്നതൊക്കെ കറക്റ്റ് വരുന്നുണ്ട് കേട്ടോ. തൊട്ട കുറുവല്ലേ? കുറുവ പക്ഷേ 1 ഞാൻ പൂവാലിന് ഇട്ടത് 1.5 കിലോ ഉണ്ടായിരുന്നു. ഇത് 3 കുറുവാണ്, 1.5 കിലോ കൂട്ടിക്കോ. വന്നു പൂളാനുണ്ടോ ഇത്? 1.5 കിലോ കൂട്ടിക്കൂ. 1.5 കിലോ കുറുവ, 1.5 കിലോ പൊടിമീൻ വിലയാണ്. പൊടിമീൻ കൊഞ്ചടക്കോ കേട്ടോ. ഇത് നോക്ക്, കൊഞ്ചടക്കോ. അത് ഇത് നമ്മുടെ ചവറിൻ്റെ കൂടെ കയറി വന്ന് ചത്തുപോയതാ ഇത് കേട്ടോ. 1.5 കിലോ പൊടിമീൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഒന്നര കിലോ പൊടിമീൻ നമ്മൾ 1.5 പറഞ്ഞ് കറക്റ്റ് 1.5 ഉണ്ട് കേട്ടോ. നോക്കിയ പാലമ്പഴയുടെ വണ്ടി മൊത്തം ബ്ലോക്കായിട്ട് കിടക്കുന്നതാണ്. അവിടെ ക്രെയിൻ ഫയലിംഗ് ചെയ്യുക. അപ്പം അതിൻ്റെ ക്രെയിൻ ആ കമ്പി ബ്ലോക്കായിട്ട് അങ്ങ് കൈനേരി വരെ കിടപ്പുണ്ട് കേട്ടോ. അങ്ങേയറ്റ കൈനേരി ജംഗ്ഷൻ വരെ വണ്ടി കിടക്കുക. അപ്പോൾ നമ്മുടെ മീനെല്ലാം കൂടെ കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് 1800 മീനാണ് മൊത്തം. നമ്മളിപ്പം ഇങ്ങനെ പോയ പോച്ചാണ്. അപ്പം നാളെ കൂടുതൽ മീൻ പിടിക്കാനുള്ള പ്ലാനാണ്. ഞങ്ങൾ ചെല്ലുന്ന സ്ഥലത്ത് മീൻ കൂടുതൽ കിട്ടാത്തതാണ്. നമ്മൾ പണിയേണ്ട പണി നമ്മൾ തീർത്ത് പണിയുന്നുണ്ട്, നല്ലപോലെ പണിയുന്നുണ്ട്. പക്ഷേ മീനില്ല. ഷട്ടർ തുറന്നതിൻ്റെ ഒരു ലക്ഷണമാണെന്ന് തോന്നുന്നു. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. നല്ല ബ്ലോക്കാണ് കേട്ടോ, 5 ബ്ലോക്കാണ്.